കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളവും വന്ദിക്കുന്നേൻ. രാമായണം കർക്കിടക മാസത്തിലെ രാവുകളെ ധന്യമാക്കുന്ന രാമായണത്തിൻ്റെ പ്രസക്തി. നമുക്കതിൽ പ്രധാനമായിട്ട് കാണുന്നത് പിതൃസ്നേഹം, മാതൃസ്നേഹം. ഒരു പുത്രൻ എങ്ങനെയായിരിക്കണം? അച്ഛൻ പറയുന്നു, മകനെ നിനക്ക് വനവാസത്തിന് പോകാൻ ഞാൻ ആജ്ഞാപിക്കുകയാണെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നതിന് മുൻപ് തന്നെ വനവാസത്തിന് തയ്യാറെടുത്തവനാണ് രാമൻ. അങ്ങനെയുള്ള രാമൻ ഉത്തമനായ പുത്രനാണ്. അപ്പോൾ സന്താനങ്ങൾക്ക് ഈ കലികാലത്തിൽ എനിക്കറിയില്ല, വൃദ്ധസദനങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. സഹോദരങ്ങളോട്, മക്കളോട് അല്ലെങ്കിൽ അച്ഛനമ്മമാരോടുള്ള സ്നേഹമെല്ലാം കുറയുന്ന ഈ കാലഘട്ടത്തിൽ രാമായണത്തിൻ്റെ പ്രസക്തി വളരെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഇവിടെ രാമൻ തയ്യാറെടുക്കുന്നു, വനവാസത്തിന് തയ്യാറെടുക്കുന്ന രാമനെ കാണുമ്പോൾ കൗസല്യ മാതാവ് അതിഥിയുടെ അവതാരമാണ്. ആ കൗസല്യ മാതാവ് തൻ്റെ പുത്രൻ കാട്ടിലേക്ക് പോകുന്നതറിയുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് തളരുന്നു. മകനെ, നീ എന്നെയും കൂടി കൊണ്ടുപോകുമെന്നാണ് അമ്മ പറയുന്നത്. ആ അമ്മയുടെ മനസ്സ്, അപ്പം അമ്മമാരുടെ മനസ്സ് നമ്മളറിയണം. ഒരു കാരണവശാലും നമുക്ക് അമ്മമാരോട് കടപ്പാട് തീരത്തില്ല. 10 മാസം നമ്മളെ ചുമന്ന് 1 വർഷക്കാലം മലമൂത്ര ശയ്യയിൽ കിടക്കുന്ന അമ്മ, ആ അമ്മയോട് ഏത് മകനാണ്, മകൾക്കാണ് കടപ്പാട് തീരുന്നത്? നമ്മളെ പോറ്റി വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനോട് എങ്ങനെ കടപ്പാട് തീരും? നമുക്ക് അക്ഷരം പകർന്നു തരുന്ന ഗുരുനാഥന്മാരോട് എങ്ങനെ കടപ്പാട് തീരും? ആ കടപ്പാട് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റുകയില്ല. ഇന്ന് ഗുരുനാഥന്മാരെ പൂർണ്ണമായിട്ട് ഇപ്പോഴും എനിക്ക് പേടിയാണ് എൻ്റെ ഗുരുനാഥന്മാരെ. കാരണം എൻ്റെ ഗുരുനാഥന്മാർ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുമായിരുന്നു. ആ ശിക്ഷിക്കുമ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ ചെന്ന് എന്തിനാണ് സാറേ എൻ്റെ മകനെ അടിച്ചതെന്ന് ചോദിക്കാറില്ല. സാറേ ശിക്ഷിക്കണം, ഒന്നുകൂടി ശിക്ഷിക്കാനേ പറയുള്ളൂ. കാര്യം ആ അധ്യാപകൻ സ്നേഹവാത്സല്യത്തോടെയാണ് ശിക്ഷിക്കുന്നത്. കാര്യം നീ നന്നായി വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ അധ്യാപകർ അന്ന് ശിക്ഷിച്ചിരുന്നത്. ഇന്ന് അധ്യാപകർ വടിയെടുക്കാൻ പറ്റത്തില്ല, ചോദ്യങ്ങളാകും. പിന്നെ ആ അധ്യാപകനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ. ഒരു അധ്യാപകനെന്ന് പറയുമ്പോൾ തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ വേണം ഒരു വിദ്യാർത്ഥിനി അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ നോക്കേണ്ടത്. അവരും തൻ്റെ സ്വന്തം മക്കളാണ് എന്ന് ചിന്തിക്കണം. എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ യാതൊരു തരത്തിലുള്ള അധാർമികതയും ഉണ്ടാവുകയില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാം. ഇവിടെ സീതാദേവിയും തൻ്റെ ഭർത്താവിനോടൊപ്പം പുറപ്പെടുന്നു. രാമനോടൊപ്പം കാട്ടിലേക്ക് പോകാൻ ലക്ഷ്മണൻ തയ്യാറാകുന്നു. കാട്ടിലെത്തിയ രാമനെ കാണാനായിട്ട് ഭരതൻ വരുമ്പോൾ ഭരതൻ ഇനി രാമനുമായിട്ട് മത്സരിക്കാൻ വരികയാണെന്ന് ചിന്തിച്ച ലക്ഷ്മണനോട് ഒരിക്കലും ഭരതൻ അങ്ങനെയല്ല. ഭരതൻ സ്നേഹവാത്സല്യങ്ങളുള്ള സഹോദരൻ തന്നെയാണ്. ആ സഹോദരന്മാരുടെ ആലിംഗനം കാണുമ്പോൾ ഇതാണ് സാഹോദര്യം. ആ സാഹോദര്യം നമ്മൾ ഒരു കാരണവശാലും മാറ്റിമറിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, കർക്കിടക മാസത്തിലെ ഈ സമയത്ത് രാശിവശാലുണ്ടാകാവുന്ന മാറ്റങ്ങൾ. ഇപ്പം വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം തൃക്കേട്ട ചേരുന്ന ഈ രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. വാചാലം പാടില്ല. വാക്കുകളെ വളരെ മിതത്വത്തോടുകൂടി വേണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ ത്രിസന്ധ്യാ നേരങ്ങളിൽ രാമമന്ത്രം ജപിക്കുന്നത് നല്ലത് തന്നെയാണ്. രാമ 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 പാഹിമാം രാവണാന്തക മുകുന്ദ രാമ രാമ പാഹിമാം എന്നാണ്. അപ്പോൾ രാമൻ്റെ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ നമ്മുടെ കലി ബാധിച്ചിരിക്കുന്ന ഈ വേളയിൽ ആ കലി അകന്നു പോകാൻ സാധിക്കുന്നു.
ആ രാമ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആഞ്ജനേയ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നു. ഒരു ആഞ്ജനേയൻ എന്ന് പറയുന്നത് വളരെ രാമഭക്തനാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് രാമനെ വഹിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹൃദയ ഫലകത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന രാമനെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വൃശ്ചിക രാശിക്കാരെക്കുറിച്ച് പറയുമ്പോൾ വൃശ്ചികസ്യ വിഷം പുച്ഛോ എന്നാണ്. തേളിൻ്റെ വാലയെ കടിക്കുമ്പോൾ അത് ആത്മഹത്യ ചെയ്യുന്നത് പോലെ സ്വയം പാരയാകരുത്. സ്വയം പാരയാകാതിരിക്കാൻ വേണ്ടി രാവിലെ അല്ലെങ്കിൽ സന്ധ്യാനേരത്തെങ്കിലും ഒരു നാമമന്ത്രം ഉരുക്കഴിക്കുന്നത് നല്ലതാണ്. ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് ശ്രീരാമൻ്റെ ആ അവദാനങ്ങൾ വാഴ്ത്തുന്ന ഈ കർക്കിടക മാസം ജീവിതത്തിൽ ഒട്ടേറെ വിജയം ഉണ്ടാക്കിയെടുക്കാൻ നമുക്കാകണം. അതിന് രാമായണം എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ 4 അക്ഷരം കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ ശക്തി നമ്മുടെ വീട്ടിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ധനുരാശിക്കാർ ആരാണ് ഈ ധനുരാശിക്കാർ? മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ അവസാനത്തെ 15 നാഴിക വരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല, ഇനി അവർ ഏകദേശം 2027 മെയ് വരെ ശ്രീകൃഷ്ണ ഭജനം, അവതാര വിഷ്ണു ഭജനം നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഇവർക്ക് രാശിവശാൽ ഇപ്പോൾ സൂര്യൻ കർക്കിടക രാശിയിൽ അഷ്ടമത്തിൽ നിൽക്കുന്നു, അഷ്ടമത്തിൽ ഗുരു നിൽക്കുന്നു. അഷ്ടമാധിപനായിട്ട് ഗുരു നിൽക്കുമ്പോൾ 6, 8, 12 ഗുരു നിന്നാൽ അത് ദോഷകാരിയായി തീരുമെന്നുള്ളതാണ്. പിന്നെ സൂര്യൻ 8 നിന്നാൽ, പാപഗ്രഹങ്ങൾ 6, 8, 12 നിന്നാൽ അത് ശുഭദായകം നൽകും പൊതുവേ പറയുകയാണെങ്കിൽ. അപ്പം നമുക്ക് ഈ സൂചന നൽകുന്നത് അഷ്ടമത്തിലെ ഗുരു, അഷ്ടമേ ഗുരു നിന്നാൽ മാരണം നിശ്ചയം. അപ്പോൾ ഈ രാശിക്കാർ കൃത്യമായിട്ട് 1 വർഷം നാരായണ ഭജനം തന്നെ നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് ശുഭകരമാണ്. സൂര്യഭഗവാനെയും പ്രാർത്ഥിക്കാം. ഓം മാർത്താണ്ഡ ഭൈരവായ സൂര്യനാരായണായ നമ എന്ന മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒട്ടേറെ ശക്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യുന്നു. അപ്പം വളരെ ശ്രദ്ധിക്കണം. 1 വർഷക്കാലം 2027 മെയ് വരെ നാരായണ ഭജനം ധനുരാശിക്കാർക്ക് വേണം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ഇവർ. അടുത്ത നക്ഷത്രം ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴികയും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും ചേരുന്ന മകരരാശിക്കാരാണ്. മകരരാശിക്കാർക്ക് കേസരി യോഗം എന്ന് തന്നെ പറയാം. കാര്യം ഗുരു 7-ലാണ്, ഉച്ചക്ഷേത്രത്തിലാണ്. മുടങ്ങിക്കിടന്ന പണികൾ, ഗൃഹസംബന്ധമായ പണികൾ ചെയ്യാനും ജോലിയിലെ ഉയർച്ചയും, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും, മറ്റു കുടുംബത്തിലെ മാനസിക പ്രശ്നങ്ങളെല്ലാം മാറി നല്ലൊരു ഉണർവിൻ്റെ ഒരു മാസക്കാലമായിട്ട് ഇത് മാറും. മാത്രമല്ല 1 വർഷക്കാലം ഗുരു 7-ൽ നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലാണ്. ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗുരുവിന് 100% ബലമുണ്ട്. ആ ബലം ജീവിതത്തിലൊട്ടേറെ വളർച്ചയ്ക്ക് ഇടയാവുക തന്നെ ചെയ്യും. ഇപ്പോൾ രാമായണം നമ്മൾ പറയുന്നു, ഇതിനിടയിൽ രാമായണത്തിനെക്കുറിച്ച് മനസ്സിലാക്കണം. ആ രാമായണത്തിൽ കബന്ധൻ ഇവരെ പിടിച്ചു വിഴുങ്ങാനായിട്ട് വരുമ്പോൾ ആ കബന്ധനെ ലക്ഷ്മണനും രാമനും ചേർന്ന് നിഗ്രഹിക്കുന്നുണ്ട്. അവിടെ നിന്നൊരു ഗന്ധർവൻ, ശാപം കിട്ടിയ ഗന്ധർവൻ പുറപ്പെട്ടു വരുന്നു. വിരാധൻ വധവും ആ കബന്ധവധവും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ദുഷ്ടത എവിടെയുണ്ടോ ആ ദുഷ്ടതയെല്ലാം മാറ്റാൻ രാമമന്ത്രത്തിനാകുന്നു, രാമനാകുന്നു. അപ്പം ഇത് കലികാലമാണ്. ഈ കലികാലത്തിൽ നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ടാക്കി തരും. എന്തൊക്കെയായാലും ശാരീരിക പ്രശ്നങ്ങൾ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ, ഇപ്പം തന്നെ അറിയാം.
ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. നിസ്സാര ഒരു കേസുകൾക്കാണ് സാഹോദര്യം നഷ്ടപ്പെടുന്നത്. വസ്തുവകകളായാലും ധനസ്ഥിതി ആയാലും ഇതിനെല്ലാം വേണ്ടി പരസ്പരം മല്ലടിക്കുന്ന ഒരു ലോകമാണ് നമ്മളിന്ന് കാണുന്നത്. ഒരു ഭയം നമ്മളെ പിടികൂടാം. ഈ ഭയത്തിൽ നിന്നെല്ലാം മോചനം നൽകാൻ രാമായണത്തിലെ ഓരോ വരികൾക്കും കഴിയുന്നു എന്നുള്ളതാണ് സത്യം. കുംഭരാശിക്കാർ ആരൊക്കെയാണ് കുംഭരാശിക്കാർ? അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ 45 നാഴിക ചേരുന്ന ഇവർ വാക്കുകൾ പിഴച്ചു പോകാം. വാക്കുകൾ സൂക്ഷിക്കണം, സൂക്ഷിച്ചേ സംസാരിക്കാവൂ. ആരോട് ഇടപഴകുമ്പോൾ വളരെ ഗൗരവതരമായിട്ട് വേണം ഇടപഴകേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പാരകൾ വന്നു നിൽക്കുന്ന സമയമാണ് അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 45 നാഴിക ചേരുന്നത്. ഇവർ പൊതുവേ പറയുകയാണെങ്കിൽ ചാമുണ്ഡി ക്ഷേത്ര ദർശനം നടത്താം, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൃക്കൈ വെണ്ണ താമരപ്പൂവൊക്കെ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. മാനസികമായിട്ടുള്ള എത്രയൊക്കെ ടെൻഷനുണ്ടെങ്കിലും ആ ടെൻഷനൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഭരണാധികാരമുള്ളവർ, ഭരണത്തിലിരിക്കുന്നവർ, ഈ നക്ഷത്രക്കാരിൽ പലരും കാണും. അവർ ഭരണാധികാരത്തിലിരിക്കുമ്പോൾ ഏതു കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ ചെയ്യണം. നമ്മുടെ നാവ് പിഴയ്ക്കാൻ പാടില്ല. അറിയാതെ നമ്മുടെ നാവിൽ നിന്ന് മറുവാക്കുകൾ വീഴാം. ആ മറുവാക്കുകൾ ഒഴിവാക്കി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു മറുപടി നൽകണം. അല്ലാതെ അതിൽ കൂടുതൽ ആവേശത്തോടെ നമ്മൾ സംസാരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇത് നമ്മളിലേക്ക് ദോഷം വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിട്ട അവസാനത്തെ 30 നാഴിക, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ 45 നാഴിക ചേരുന്ന ഇവർ ചാമുണ്ഡി ദേവിയെ ഭജിക്കണം. ഓം ശ്രീം ഹ്രീം ആയും ക്ലീം സ്വം ചാമുണ്ടായേ വിച്ചൈ നമഃ. പിന്നെ മൂകാംബിക ദേവിയെ ഭജിക്കുന്നത് നല്ലത് തന്നെയാണ്. ഒപ്പം ഒരു വർഷക്കാലം 2027 മെയ് വരെ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കണം. ഈ കർക്കിടക കാലഘട്ടത്തിൽ രാമമന്ത്രങ്ങൾ ഉരുവിടുന്നതും നല്ലതു തന്നെയാണ്.